ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടപ്പോൾ മാനന്തവാടിയിൽ ബി.ജെ.പിയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നു. അവിടെ ബാരിക്കേഡൊക്കെ കുലുക്കി തള്ളിമറിച്ചിടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ മാനന്തവാടിയിൽ എന്തായാലും വലിയ പ്രതിഷേധങ്ങളിലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. മാർച്ചിൽ സംഘർഷമുണ്ടായെന്ന് പറയുന്നു. ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരും അറിയില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ജലപീരങ്കി ഇതിനോടകം ഉണ്ടായോ? ബാരിക്കേഡിന്റെ മുകളിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടല്ലോ ഒരു പ്രവർത്തകൻ. ഇല്ല, വയനാട്ടിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമില്ല. ബി.ജെ.പി. പ്രവർത്തകർ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ച് ബാരിക്കേഡിനടുത്തെത്തിയ ഘട്ടത്തിൽ ഏതാനും പ്രവർത്തകർ ബാരിക്കേഡിന്റെ മുകളിൽ കയറി. അതിനപ്പുറത്തേക്ക് വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പ്രതിഷേധ മാർച്ചിന്റെ ധർണ നടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് മലവേലിന്റെ അധ്യക്ഷതയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ധർണ നടക്കുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള K. ശ്രീകാന്താണ്. അല്പസമയത്തിനകം തന്നെ ഈ ധർണയുടെ ഉദ്ഘാടനം നടക്കും. എന്തായാലും പ്രതിഷേധം ഉയർത്തുന്നത് ഈ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ പ്രശാന്ത് മലവേൽ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ സംസാരിക്കുകയാണ്. എന്തായാലും ആ വാക്കുകളിലേക്ക് കൂടി പോകാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഡോക്ടർ തുറന്നു പറയാൻ തയ്യാറായി. ഞാനിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശസ്ത്രക്രിയകൾ ചെയ്തത്, കഴിഞ്ഞ 6 മാസക്കാലം ശസ്ത്രക്രിയകൾ ചെയ്തത് ഇവിടുത്തെ എന്തായാലും അവിടെ വയനാട് പ്രതിഷേധങ്ങൾ തുടരുന്നു. ബി.ജെ.പിയുടെ പ്രതിഷേധമാണ് കാണുന്നത്, ഒരു വിൻഡോയിൽ കാണുന്നത്. മാനന്തവാടിയിലെ പ്രതിഷേധം. മറ്റേത് പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ട സർക്കാർ ആശുപത്രിയിലേക്കുള്ള ബി.ജെ.പിയുടെ പ്രതിഷേധമാണ്. ഇപ്പോൾ കൊല്ലം ജില്ലാ ജയിലിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിനെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് അങ്ങോട്ടേക്കുള്ള മാർച്ച്. അങ്ങനെ വീണ്ടും ഇന്നും പോയ ദിവസങ്ങളുടെ തുടർച്ചയിൽ ഇന്നും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ കൂടി ചേരുന്നു. സുജിത്ത്, അവിടെ ഏതെങ്കിലും തരത്തിൽ സംഘർഷഭരിത സാഹചര്യം ഉണ്ടോ? കശ്മി ഇതുവരെ സംഘർഷത്തിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ അബാൻ ജംഗ്ഷനിൽ നിന്നും പ്രവർത്തകർ പ്രകടനമായി ഇപ്പോൾ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തുന്നു. കുമ്മനം രാജശേഖരൻ, ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരനാകും ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. ഇവിടേക്കെത്തിയ പ്രവർത്തകർ ഇപ്പോൾ പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ ഇവിടെ നിൽക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് ഉണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് പ്രവർത്തകരുടെ നിൽക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യുവമോർച്ചയും അതുപോലെ തന്നെ ബി.ജെ.പി. വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങാടിക്കലുള്ള ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബി.ജെ.പി. നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ മന്ത്രിയുടെ വീട്ടിലേക്ക് ചാടിക്കിടക്കാൻ ശ്രമിക്കുകയും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നീക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ മാർച്ചിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കാൻ പോവുകയാണ്. ബി.ജെ.പി. നേതാവായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഹാഷ്മി, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ശ്രീ കുമ്മനം രാജേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ആരോഗ്യമന്ത്രിക്കുള്ള ഇത് കാണുന്ന പത്തനംതിട്ടയിലെയും വയനാടെയും ബി.ജെ.പിയുടെ പ്രതിഷേധമാണ്.